ഗുഡ് മോർണിംഗ് കുഞ്ഞുമക്കളെ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സ്കൂൾ. അദ്ദിക്കുട്ടൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പല്ല് തേക്കാനായിട്ട്. ഇവിടെ ടീക്കുട്ടി സാധാരണ ഈ സൈഡാണ് കിടക്കാറുള്ളത്, ഇന്ന് ഈ സൈഡ്. ഇവിടെ നമ്മുടെ ലാവൻഡർ ഡോളാട്ടോ. ഡോൾ എവിടെ ദേ കിടക്കണു താഴെ. അപ്പോൾ ടീക്കുട്ടി ഇതിനെ തട്ടി മാറ്റിയിട്ടൊക്കെ കിടക്കാം കേട്ടോ. എടാ ഒരു 5:45 എണിച്ചാൽ മതി. എടാ കുറച്ചൊരു മാന്യത കാണിക്കുക അദ്ദിക്കുട്ടാ. ഉറക്കം വരുന്നില്ല. അവൻ അങ്ങനെ ഒരു ഏർലി ബേർഡാണ്. അതുപോലെ തന്നെ നേരത്തെ കിടക്കും, 7:30 ആകുമ്പോഴത്തേക്ക് കിടക്കും കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ഒന്ന് സ്നീസ് ചെയ്യും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇത് ഡിഫറെൻ്റ് ആണോ? അയ്യോ ലൈറ്റ് ഇടട്ടെ കേട്ടോ. സോറി ഗൈസ്, എനിക്കത് ലൈറ്റ് ഇടാൻ മറന്നു. ഇനിയിപ്പോൾ അദ്ദിക്കുട്ടൻ മെല്ലെ ഇറങ്ങി അവൻ ആദ്യം ബ്രഷ് ചെയ്യാം കേട്ടോ. നേരത്തെ കിടക്കും, നേരത്തെ എഴുന്നേൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അദ്ദിക്കുട്ടനാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. മെല്ലെ മെല്ലെ കേട്ടോ ചിച്ചു. ഓക്കെ, ഇനി നമ്മുടെ പ്ലാൻ എന്ത് പറഞ്ഞാൽ നമ്മുടെ ടിയക്കുട്ടിനെ നമുക്ക് എഴുന്നേൽപ്പിക്കണം. അത് ലാവൻഡറിനെയൊക്കെ താഴെ ഇട്ടിട്ടാണ് ടിയ കിടക്കുന്നത്. ചിപ്പു ഗുഡ് ഡേ പൊന്നാ, സ്കൂൾ തുറക്കല്ലേ, അമ്മ തങ്ക എഴുന്നേക്കൂ. ഇന്ന് എത്രയോ കുഞ്ഞുമക്കൾ സ്കൂളിൽ പോവാണ്, അവർക്കൊക്കെ ഒരു വിശ്വസ്തോ. തങ്കം എഴുന്നേക്കടാ പൊന്നാ. ടിയ വായോ. ഇന്നൊരു സ്പെഷ്യാലിറ്റി, നമ്മുടെ അദ്ദിക്കുട്ടൻ ഇന്ന് പാൻറ്റാണ് ഇടാൻ പോകുന്നത്. ആദ്യമായിട്ടോ ഇത്രയും ദിവസം ട്രൗസേഴ്സ് അല്ലേ, ഇപ്പം പാൻറ്റാട്ടോ ഇടുന്നത്. കുഞ്ഞി വേക്കപ്പ് മൈ ലിറ്റിൽ ഗേൾ. കുഞ്ഞു ചിപ്പു ഏച്ചടാ തങ്കമ്മേ. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പഠിക്കുക മക്കളെ, പഠിപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ ചിപ്പി? സ്കൂളിൽ പോയി നന്നായി പഠിക്കണുണ്ടടി തങ്കം. ഇന്ന് ബസ് എത്ര മണിക്കാണ് വരേണ്ടതെന്ന് അറിയില്ല. മേ ബി 7:15 വരാം, ഇല്ലെങ്കിൽ 7 വരാം, ഇല്ലെങ്കിൽ 7:30 വരാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി മക്കൾ ബ്രഷ് ചെയ്ത് യൂണിഫോം ഒക്കെ ഇടാം, അമ്മ മുടി കെട്ടിത്തരാം. ഓക്കെ, ഫസ്റ്റ് ഡേ. ഓ മൈ ഗോഡ് ഗൈസ്, എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞപ്പോ? എന്താ പറഞ്ഞ? എത്ര പേരാ പറഞ്ഞത് കേട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 2 മാസം ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇരുന്നല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കണം കേട്ടോ. ഇതെന്ത് ഈ സൈഡ് കിടന്നിരിക്കണ ടീക്കുട്ടി? സാധാരണ നീ ആ സൈഡല്ലേ കിടക്കാം. ഓക്കെ ഓക്കെ, വരൂ വരൂ വരൂ. അപ്പൊ പിന്നെ ഗൈസ് ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഇതിൽ കൂടെ ഇറങ്ങി വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് ഇങ്ങോട്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അത് മാത്രമല്ല സർപ്രൈസ്, ആദ്യമായിട്ട് ബ്രേസിയസ് അയച്ചിട്ട് അവള് സ്കൂളിൽ പോവാ. അതും വലിയൊരു സർപ്രൈസ് ആണ്. എഴുന്നേക്കടാ. ഒരു ഐഡിയ ഇല്ല പാവത്തിന്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. സാധാരണ നമ്മൾ ഈ സമയത്ത് സ്വിമ്മിങ് ക്ലാസ്സിന് പോകും. അല്ലെങ്കിലും ഈ വെക്കേഷൻ നമുക്ക് അങ്ങനെ എൻജോയബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആയത് 1 മാസം മാത്രം എൻജോയ് ചെയ്തു അല്ലേ ടിയ? ബാക്കിയെല്ലാം നമ്മൾ 5:40 എണിച്ച് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട് ഗൈസ്. ഡാഡിയും മക്കളും എല്ലാവരും കൂടെ പോവും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ നേരത്തെ എണിക്കുന്നുണ്ട്. എപ്പോഴും നേരത്തെ എണിക്കണം കുഞ്ഞുമക്കൾ, നേരത്തെ കിടക്കണം. നിമിഷാൻ്റെയൊക്കെ ഇവിടെ ഡിന്നർ ടൈം 6:30 വൈകുന്നേരം. അപ്പം അങ്ങനെ ചെയ്താലാണ് നമുക്ക് നേരത്തെ എഴുന്നേക്കാൻ പറ്റുക കേട്ടോ. മക്കൾ എണിക്കും, അതുകൊണ്ട് എനിക്കതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നേരത്തെ എഴുന്നേക്കും, നേരത്തെ കിടക്കും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഈ 2 മാസം ഈ മറ്റേ ഗെയിം കളിക്കൽ, പിന്നെന്തായിരുന്നു വേറെന്താ സ്നാക്സ്, അതുണ്ടാക്കി തരും അമ്മ, ഇതുണ്ടാക്കി തരും അമ്മ, പിന്നെ വേറെന്തായിരുന്നു, സമയം കളയണ്ട പിന്നെ. കമോ എൻ്റെ അമ്മേ, എന്തൊരു ലാഗിങ് ആടാ. സാരമില്ല എന്നാ, എല്ലാവർക്കും ഫസ്റ്റ് ഡേ സങ്കടം ഉണ്ടാവും. അത് പറഞ്ഞാൽ നമ്മൾ പഠിച്ചണ്ടേ. ബാ അയ്യോ, ആദ്യമായിട്ടായിരിക്കും കേട്ടോ നിങ്ങൾ വീഡിയോ ഇത്രയും ഇങ്ങനെ കാണുന്നത് അല്ലേ ടിയ? ദാസപ്പൻ ചേട്ടോ, ദാസപ്പൻ ചേട്ടാ, ദാസപ്പൻ ചേട്ടോ. നമ്മുടെ ലാവൻഡറിനെ നീ ചവിട്ടി താഴ്ത്തിയിട്ടു ഗൈസ്, പാവം. ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ താഴെ ഇട്ടിട്ടും മടക്കാറുണ്ട് കേട്ടോ, കാരണം മറ്റേത് കിട്ടുന്നില്ല. അങ്ങനെയെങ്കിലും മടക്കല്ലേ, എങ്ങനെയെങ്കിലും ഒരു മടക്കി റെഡിയാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ബ്രഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നോക്കട്ടെ. കണ്ണിങ്ങനെ തിരുമ്പല്ലേ പൊന്നാ ഗൈസ്. അദ്ദിക്കുട്ടൻ്റെ കണ്ണ് എന്തോ റെഡ്. ഫസ്റ്റ് ഡേ സ്കൂൾ പണി കിട്ടിയോ? ഓപ്പൺ ആക്കിയ പിന്നെ എന്താടാ പൊന്നാ? അയ്യോടാ, കണ്ണ് വേനയുണ്ടാ? അതിങ്ങനെ
അങ്ങനെ ചെയ്യല്ലേ മുത്തേ പ്ലീസ്. അങ്ങനെ പല്ലെല്ലാം തേച്ച് റീറ്റെയിനറൊക്കെ മാറ്റി പല്ലെല്ലാം തേച്ച് സെറ്റാക്കിയിട്ട് വരാട്ടോ. അപ്പോഴാണ് നമ്മളുടെ റൈറ്റിംഗ് എക്സാം പാഡിന് എന്നാ പിടിച്ചോ എക്സാം പാഡ് കൊണ്ടുപോകാൻ നേരെ ചെയ്തു കേട്ടോ. അത് നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല നൈറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദിക്കുട്ടനെ. ഇവർക്ക് എല്ലാ ആഴ്ചയും ഒരു 2-3 എക്സാംസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഈ പാഡിലാണ് ചെയ്യാം. അപ്പോൾ അത് റെഡിയാക്കി യൂണിഫോംസ് റെഡിയാക്കി. ഇന്ന് അദ്ദിക്കുട്ടന് അത്യാവശ്യം നിറച്ചും എന്താ പറയുക ബുക്സ് ഉണ്ട്. കാരണം അവിടെ കുറേ സബ്മിറ്റ് ചെയ്യാനുള്ള ബുക്സും കൂടിയിട്ടാട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുക്സൊക്കെ കുറവാണ്, അതൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ സമയം ഗൈസ് 6 മണി ആവുന്നേ ഉള്ളൂ. ഇത് ബാഗെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഒരു ചെറിയ സൈക്കിളുണ്ട്. ഈ കണ്ണ് തിരുമ്പൽ 2 പേർക്കും മാറിയിട്ടില്ല കേട്ടോ. ഇതാണ് പ്രഭാതല്ല സോറി കേട്ടോ ഗൈസ്. പ്രഭാതം എല്ലാവരും ഇതുപോലെ ഈ സമയത്ത് എണിക്കുന്നതുകൊണ്ട് കാണാറുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. മിട്ടുവിനെ നമ്മൾ വിട്ടിട്ടില്ല. മിട്ടുവിനൊരു 6:30 ആവും. നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും കെട്ടിട്ടില്ല. ചിച്ചു കണ്ണ് താക്കല്ലേ പൊന്നെ, അങ്ങനെ ആക്കരുത്. അങ്ങനെ ആരും കണ്ണ് തിരുമ്പരുത് കേട്ടോ. കണ്ണ് തിരുമ്പി ഇവരെന്താവും അറിയടാ. അല്ല നീയല്ല അവനാണ്. ആ സൈക്കിൾ എടുത്തേ. ആ ഓടി വരൂ ചക്കരേ. സാധാരണ 7 മണിക്കാട്ടോ ചെയ്യാം. സ്വിമ്മിങ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അത് വൈകുന്നേരം ആയിരിക്കും. മോർണിംഗ് കുറച്ച് കാര്യം കേട്ടോ, അല്ലാതെ ഒരുപാട് നേരമൊന്നും അല്ല. ഉറക്കല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിച്ചോ. അപ്പോൾ കണ്ണൊരു അലർജി ഗൈസ്. നമുക്ക് മുടിയെല്ലാം കെട്ടാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബിഫോർ ടീക്കുട്ടി ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ടൈമിലാണ് നമ്മൾ പേനും ഈരൊക്കെ ചീവ. അപ്പോൾ ഇത് എല്ലാ അമ്മമാരുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു തരത്തിലുള്ള കോമ്പ് വളരെ യൂസ്ഫുൾ ആട്ടോ. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം. അതിൽ നമ്മൾക്ക് ചീവുമ്പോൾ പേനൊക്കെ പെട്ടെന്ന് വരും, ക്യുക്കായിട്ട് വരുന്നുണ്ടോ ഇതുപോലത്തെ സാധനം. അപ്പോൾ ഇതിലിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇത്തിരി വേദന ഉണ്ടാവും, പക്ഷേ സംഗതിയൊക്കെ സൂപ്പറാണ്. ടീക്കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നിമിഷാൻ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ്, നമ്മുടെ അദ്ദിക്കുട്ടിന് പാൻറ്റാണ് ഗൈസ്. ഇത്രയും വർഷം നമ്മൾ ട്രൗസറായിരുന്നു. ബട്ട് ദിസ് ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് പാൻറ് ഡേ അല്ലേ. അപ്പോൾ അപ്പോൾ ഇതേ കോട്ട് പാൻറ്റ് എല്ലാം ഗൈസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ലട്ടിയ 2 മാസത്തിന് ശേഷം അത്യാവശ്യം ലൂസിൽ തന്നെ ആട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഓൾ സെറ്റ്. ലട്ടിയ ഇനി ഹെയർ ഒക്കെ ഒന്ന് കെട്ടിയാലോ. 2 മാസത്തിന് ശേഷം പുതിയ യൂണിഫോം. നമുക്കിനി അദ്ദിക്കുട്ടൻ്റെ കാണാം കേട്ടോ. ഞാൻ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇന്ന് അദ്ദിക്കുട്ടൻ ആദ്യമായിട്ട് വാച്ച് കെട്ടാൻ പോകട്ടോ. കാരണം അവർക്ക് ഈ സമയത്താണ് വാച്ച് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ തലയിലിടുന്ന 2 സാധനം, പിന്നെ 3 ക്ലിപ്പ്. ഇതാണ് ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് സെറ്റ് ചെയ്യാൻ പോണത് അല്ലേ ടിയ? റെഡി അല്ലേടാ? ഇത് നമ്മൾ സാധാരണ ലഞ്ച് ബാഗ് അല്ലേ കൊണ്ടുപോകാം. എടാ ഇതൊന്ന് ഓപ്പൺ ആക്കേടാ. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു സാധനം കാണുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിമിഷൻ്റെ സാധാരണ ലഞ്ച് കിറ്റാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ അദ്ദിക്കുട്ടന് മാത്രം നമ്മൾ ഈ ഒരു സാധനം ആക്കുന്നുണ്ട്. ഓയിലാണോ? ഈ ഒരു സാധനം ആക്കി കൊടുക്കുന്നുണ്ട്. എനിക്കിത് എങ്ങനെ യൂസിങ് ഒന്നും അറിയില്ല. ഇന്നിപ്പോൾ ലഞ്ച് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇതിലാണ് നമ്മൾ ലഞ്ച് ആക്കിയിട്ട് ബാഗിൽ വയ്ക്കുക. കാരണം മഴയല്ലേ, അപ്പോൾ ലഞ്ച് കിറ്റ് കൊണ്ടുപോകാൻ നടക്കില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നല്ലതാണോ അതോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ വെട്ടിയത് കൊണ്ട് നമ്മുടെ മുടിയും കുഞ്ഞു മുടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് കെട്ടാം കേട്ടോ. അങ്ങനെ നമ്മുടെ അദ്ദിക്കുട്ടനെ കാണിച്ചു തരാൻ. പാൻറ്റൊക്കെ ഇട്ടിട്ട് ആളാരായി? മോഹൻലാൽ ആയടാ നീ, മോഹൻലാൽ. അപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല, നമ്മൾ വെനസ്ഡേയ്സിൽ പാൻറ് ഉണ്ട്, പക്ഷേ യൂണിഫോം നമ്മൾ പാൻറ് ഇടുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ ട്രൗസർ മാറിയിട്ട്. അപ്പോൾ എത്ര പേര് ട്രൗസർ മാറിയിട്ട് പാൻറ് ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ആദ്യമായി വാച്ച് ഇടാനുള്ള തത്രപ്പാടിലാണ്. ഒറ്റയ്ക്ക് ഇട്ടുള്ളൂ, നമ്മളൊന്ന് നോക്കട്ടെ ഇതെങ്ങനെയാ സാധനം. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. ഇനിയിപ്പോൾ ടീക്കുട്ടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു പ്രാവശ്യം മുടി കെട്ടിക്കൊടുത്താണ് ഈ ഭാഗം ശരിയല്ല മമ്മ, വീണ്ടും കെട്ടിത്തരണം. ഇങ്ങനെ ആരൊക്കെ പറയാറുണ്ട് മക്കളെ. ചൊറി നന്നായി ചൊറി. അങ്ങനെ നമ്മൾ മിട്ടുവിൻ്റെ കൂടെ കുറച്ച് കളിക്കും കേട്ടോ. മോർണിംഗ് ഇതൊന്നും ഇപ്പം സമയമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താ കഴിക്കുക? നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുക, പക്ഷെ മോസ്റ്റ്ലി നമ്മൾ കഴിക്കുന്നത് ചോറാണ് ഗൈസ്. അതാണ് ഇവർക്ക് ഇഷ്ടം. സോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി ദേ കണ്ണ് എഴുതി മുടിയെല്ലാം കെട്ടി. ഇവിടെ നോക്കട്ടെ. എല്ലാം സെറ്റ്. ലാസ്റ്റ് വാസ്ലിൻ ഒന്ന് തേക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ലിപ്സൊക്കെ ഡ്രൈയാ. അത് ഈ ബ്രേസിയസും മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ്. ഇപ്പോൾ ശരിയാവില്ല വിചാരിക്കുമല്ലോ ടിയ? ടീക്കുട്ടിയുടെ കണ്ണും ചുവന്നിട്ടുണ്ടോ?
ഉണ്ടോ? അതോ ഗൈസ് ഇനിയിപ്പോ വല്ല അലർജി ആണോ? അവന്റെ പോയിട്ടില്ല, അവന്റെ അവിടെ തന്നെ ഉണ്ട്. പണി കിട്ടിയോന്നൊരു സംശയമുണ്ട്. എടാ നോക്കട്ടെ, അദ്ദിക്കുട്ടന്റെ ഈ കണ്ണായിരുന്നു. ഈ കണ്ണാണ്, എന്താന്നറിയാം, സാരില്ലടാ. സോ നമ്മളെല്ലാം റെഡിയായി. ഇവർക്ക് ഷൂ അല്ല, സ്ലിപ്പേഴ്സ് ആണ്. ഓണം വരെ ഇവർക്ക് സ്ലിപ്പേഴ്സ് ആണ് കേട്ടോ. ഇവിടെ അദ്ദിക്കുട്ടനും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഫേസ് ഒരു ഉഷാറ് കുറവുണ്ടല്ലോ ചിച്ചോ. വലിയ അങ്ങോട്ട് രസിക്കണില്ല ഏട്ടന്. അപ്പോൾ കുറേ പേര് നമ്മൾ ഗാർഡൻ അപ്ഡേറ്റ്സ് ഇവിടെ പോയി നോക്കാം, ഇവിടെ പോവാതെ ഗാർഡൻ അപ്ഡേറ്റ്സ് കുറേ പേര് ചോദിച്ചു. അപ്പം നിമിഷാൻ്റെ ഇങ്ങനെ സീക്രട്ടാക്കി വെച്ച ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ ടീക്കുട്ടിയുടെയും അദ്ദിക്കുട്ടൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ഇത് ഏത് ഫ്രൂട്ടാണെന്ന് പറയാൻ പറ്റുമോ? ഈ സാധനം, ഇത് മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതെ, ഇത് വെള്ളി പോലെ ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ ഫുള്ളായിട്ടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നാലും എൻ്റെ ഹാപ്പിനെസ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. ഇത് ടീക്കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബെയർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് സാധനം കേട്ടോ. അപ്പോൾ ഇത് എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇത് നമ്മുടെ അദ്വിക്കുട്ടന് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഫ്രൂട്ട് നമുക്ക് അദ്വിക്കിന് അങ്ങനെ ഇഷ്ടമല്ല. അദ്വിക്കിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അവന് ദേ ഇതുപോലത്തെ VNR, ഇത് തായ്പിങ് ഗുവയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് അങ്ങനത്തെ ഒരു 10ഓളം നമ്മൾ വെറൈറ്റി ഡാഡിയുടെ ഫേവറേറ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ദേ ഇതുപോലെ ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ദേ അദ്വിക്കുട്ടൻ്റെ ഗുവ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ ഗുവയാണോ ഇഷ്ടം അതോ ബെയർ ആപ്പിളാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അദ്വിക്കുട്ടൻ്റെ ഒരു പുതിയ വെറൈറ്റി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റെഡ് ഡയമണ്ട് ആണ്. ഇതിൽ അത്യാവശ്യം കായ്കളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും അദ്വിക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നില്ല. കാരണം ഗുവയാണ്. പക്ഷെ ബെയർ ആപ്പിൾ അതെന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവനോട് തന്നെ ചോദിക്കണം. ഇനി നമ്മളുടെ ഗാർഡൻ ടൂറിൽ നമ്മളിവിടെ ഒരു മാംഗോ ട്രീ ഉണ്ടായിരുന്നു അല്ലേ ടിയ? അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടോ ചെയ്തിരിക്കുന്നത്. 12 വെറൈറ്റിയോളം മാംഗോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കൂടി കാണിച്ചു തരാം കേട്ടോ. നിമിഷം കുറച്ച് ദിവസമായി ഗാർഡൻ അപ്ഡേറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. അതാവട്ടെ, നമ്മുടെ ചാമ്പയ്ക്ക എല്ലാം കഴിഞ്ഞു അല്ലേ ടിയ? യെസ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു നിമിഷാൻ്റിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നിമിഷാൻ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മണ്ണിൽ ഉള്ള പരിപാടികൾ എല്ലാം ഇഷ്ടമാണ്. നിമിഷാൻ്റിനെക്കാളും ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ പല ചെടികളും കുട്ടികൾ വെച്ചതാണ്. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മഴ കാരണം കേട്ടോ. ഇതും നമ്മുടെ എന്തായിരുന്നു, റെഡ് ഡയമണ്ട് ആണ് കേട്ടോ. അതിന് ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്താലേ അത് വരൂ. ഇത് നമ്മുടെ നാംഡോക്കാണ് കേട്ടോ. നാംഡോക്ക് ഗോൾഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇത് നോക്കിയേ എന്ത് വലുതാണ്. ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഒരു ഗുവ കാണിച്ചു കൊടുത്തിട്ട് ഇത് അപ്പയ്ക്കും കൂടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അവരിങ്ങനെയല്ലേ കാണാം. അപ്പ വിൽ ബി വെരി ഹാപ്പി. ഇത് VNR ആട്ടോ. ഇത് എല്ലാം അദ്വിക്കിൻ്റെ ആണ്. ഗുവ മൊത്തം വെറൈറ്റി അദ്വിക്കിൻ്റെ ആണ്. ഇത് കണ്ടോ, നമ്മളിങ്ങനെ കെട്ടി വെച്ചിരിക്കുക. ഈ ഗുവയുടെ സൈസൊക്കെ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ സൈസ് നോക്കിയേ. ഏത് ചെടി? അത് അമ്മമ്മയുടെ പഴയ ചെടിയുടെ വിത്താ. പിന്നെന്താ, ഇതിലൊക്കെ ഗുവ ഈ ചെറിയൊരു ചെടിയാട്ടോ, അതിൽ ഫുള്ള് ഗുവ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡാഡി ജിമ്മൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ സങ്കടമാണ് ഗൈസ്. പാൻറ് ഇട്ടിട്ട് കാണാൻ ഒരു താല്പര്യം കുറവുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നതെന്നറിയില്ല. നല്ല ഭംഗിയുണ്ട് ചിക്കു പാൻറ് ഇട്ടിട്ട്. കുഞ്ഞന്മാർക്ക് ട്രൗസേഴ്സാണ് നല്ലതെന്നാണ് ഡാഡിയുടെ അഭിപ്രായം. എനിക്കും അതാണ് കേട്ടോ. പാൻറ്റിനോട് താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ ചിച്ചു? എന്ത് ചെയ്യാനാ മുത്തുമണി? സാരില്ലടാ. അപ്പോൾ സ്കൂൾ ബസ് ഇപ്പോൾ വരാനായി. അപ്പോൾ സ്കൂളിൽ പോവാണ്. കുട്ടികളുണ്ടാവും, ഫ്രണ്ട്സ് ഒരുപാടുണ്ടാവും. സോ നമ്മൾ എന്തിനാണ് പോകുന്നത് സ്കൂളിലേക്ക്? പഠിക്കുക, നന്നായി പഠിക്കുക മാത്രമല്ല നന്നായി ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കാരണം, നമ്മളുടെ വേർഡ്സ് കാരണം ഒരാൾക്കും ഹേർട്ട് ആവരുത്. ഓക്കെ അദ്ദിക്കുട്ട? ആരും ഒന്നും പറയരുത്. ഓക്കെ, ഹേർട്ട് ആവരുത്. അതുമാത്രം വിചാരിച്ച നമ്മൾ കാരണം നമ്മൾ എന്തെങ്കിലും പറയുന്നതാണെങ്കിൽ ചെറിയ വാക്കാണെങ്കിൽ ശരി, ഒരാളെയും ഹേർട്ട് ചെയ്യിക്കരുത്. ഓക്കെ, ഡീൽ? എൻജോയ് ചെയ്യാട്ടോ.